അനുഗ്രഹ പ്രഭാഷണത്തിനായി ലിങ് മയൂര റോയൽ കിങ്ഡം ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശ്രീ രജുജി അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വെട്ടിവേൽ മുരുകനുക്ക്, ജ്ഞാനവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധ പാടിക്ക്. പോരാ, നിങ്ങൾ എവിടെ ഇരിക്കണമെന്നറിയോ? ദേവസേനാപതിയായ മുരുകവാന്റെ പേരിൽ നടക്കുന്ന അന്താരാഷ്ട്ര മുരുക സമ്മേളനത്തിൽ വീരത്തിന്റെ പ്രതീകം, ജ്ഞാനത്തിന്റെ പ്രതീകം, പഴനിയിലെ ഭോഗർ മഹർഷി വെച്ച നവപാഷ വിഗ്രഹത്തിൽ നമ്മൾ വിളിക്കുന്നത് ജ്ഞാനദണ്ഡായുധ പാണിസ്വാമി. ജ്ഞാനത്തിന്റെ ദണ്ട് കയ്യിൽ പിടിച്ചു നിൽക്കുന്നവൻ ആരോ അവരാണ് ജ്ഞാനദണ്ഡായുധ പാണിസ്വാമി. ആ ദണ്ടിലെല്ലാം ജ്ഞാനമുണ്ട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ വീര്യവും ഉണ്ട്. ആ വീര്യമുള്ള ബാക്കി എല്ലാ ഭഗവാന്മാരെയും നമ്മൾ ക്ഷേത്രങ്ങൾ എന്ന് പറയും. പക്ഷെ മുരുകവാനെ നമ്മൾ 6 പടവീടെന്ന് പറയാം, 6 ആർമി ക്യാമ്പ്. ലോകം മുഴുവൻ, ഇപ്പോഴുള്ള തമിഴ്നാട്ടിലല്ല, ലോകം മുഴുവൻ ഉണ്ടായിരുന്ന 6 ആർമി ക്യാമ്പുണ്ട്. ആ 6 ആർമി ക്യാമ്പിലേക്ക് പദയാത്രയായിട്ട് വന്നിരുന്ന തങ്ങളുടെ ദളപതിയെ കാണാൻ വന്ന അദ്ദേഹത്തിൻ്റെ പടയാളികളാണ് ആദ്യത്തെ മാർച്ച് പാസ്റ്റ്. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ പദയാത്രയായിട്ട് കയ്യിൽ ദേഹത്തൊക്കെ വേലും ശൂലമൊക്കെ കുത്തി നടക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ടല്ലോ. അവരുടെ പട്ടാളക്കാർ അവരുടെ വീരത പ്രതീക്ഷിക്കാൻ വേണ്ടി അവരുടെ ദളപതിയുടെ അടുത്തേക്ക് മാർച്ച് പാസ്റ്റായി വരുന്നതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഇവിടെ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികളൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കരിയറിലായാലോ പേഴ്സണൽ ലൈഫിലായാലോ നിങ്ങൾ പതറാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റ് ചെയ്യണതിന് നിങ്ങൾ വിളിക്കുന്ന ആളുടെ പേരാണ് മുരുകൻ. കാരണം അദ്ദേഹം വീരത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ വന്നിട്ട് ഹരഹരോ എന്ന് വിളിക്കണത് പൂച്ച കരയണ പോലെ ആവരുത്, സിംഹം ഗർജിക്കണ പോലെ ആയിരിക്കും. ഒരിക്കൽ കൂടി വെട്ടിവേൽ മുരുകനുക്ക്, വീരവേൽ മുരുകനുക്ക്, ജ്ഞാനദണ്ഡായുധ പാടിക്ക്. ജയ് പൈനാടവ, ജയ് ഭാരത്. എന്തുകൊണ്ട് ഭാരത്, ജയ് ഭാരത്? അതും കൂടി നമ്മൾ നോക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയത, ആ ആത്മീയതയുടെ ശക്തി, ആ ശക്തി കൊണ്ടാണ് സുമേറിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും ലോകത്തെ എല്ലാ പഴയ സംസ്കാരവും തകർന്നപ്പോഴും ഇപ്പോഴും ലോകത്തിന് മുമ്പിൽ നെങ്ങി ഉയർത്തിയിരിക്കുന്ന സംസ്കാരമാവാൻ കാരണം ഭാരതത്തിലെ ആത്മീയതയുടെ കലർപ്പ് ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ യോഗികളും സിദ്ധന്മാരും പകർന്നു തന്ന ജ്യോതിയുടെ പിൻതലമുറക്കാരാണ്. ആ ജ്യോതി അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് വേണം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ ലോകത്തിന് മുമ്പിൽ നിന്ന് വിളിച്ച് പറയണം, ഞങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരത്തിൻ്റെ ഉടമകളാണ്, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം നമുക്ക് ഈ ലോകത്തെ വിളിച്ച് പറയാൻ ചങ്കൂറ്റം നിങ്ങൾ ഓരോ ഭക്തരുടെ മനസ്സിലും ഉണ്ടാവണം. ആത്മീയത, ഭക്തി, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നിർവചിക്കാം. ആത്മീയത അവൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോക്ഷത്തിലേക്കുള്ള യാത്രയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വ്യക്തിശുദ്ധി വരുത്താനുള്ള ഉപായമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആത്മീയ അത് മാത്രമാണ് ആവരുത്, അത് ഈ രാജ്യത്തിനും കൂടി ഉള്ളതാവണം. നമ്മുടെ ഈ ആത്മീയത നമ്മൾ ഈ രാജ്യത്തിന് പകർന്നു നൽകുമ്പോൾ, ഈ ആത്മീയയുടെ ശക്തി രാജ്യത്തിന് പകർന്നു നടക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടി നമ്മൾ ഭാരതത്തിനെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന പതാവാഹരായി നമ്മൾ മാറുകയാണ്. ആ ഒരു ചങ്കുറപ്പ് നമുക്ക് വേണം. ഇന്ന് ലോകം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് കണ്ണുരുട്ടിയാലും, ആര് അധിക തേരുവ് നമുക്ക് നേരെ ചുമത്തി തന്നാലും അതിന് വകവയ്ക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് മണ്ടു വളച്ചു കൊടുത്ത് ലോകത്തോട് വിളിച്ചു പറയുന്ന ചങ്കൂറ്റമുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യമാണിത്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. നമ്മുടെ ആത്മീയത, നമ്മുടെ ഭക്തി രാജ്യത്തിന് പകർന്നു കൊടുക്കുമ്പോൾ
ആ ഭരണാധികാരികൾക്ക് നമുക്ക് വേണ്ടി രാജ്യത്തിനോട് ലോകത്തിനോട് സംസാരിക്കുന്ന ആ ഭരണാധികാരികളുടെ കയ്യിൽ കരുത്ത് പകരും. ഇത് ഭാരതത്തിലെ കാലമാണ്. കാരണം ഇത് മുരുകയുഗമാണ്. ദേവസേനാപതിയായ മുരുക ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണവും ഭാരതത്തിലുടനീളം ലഭിക്കുന്ന സമയമാണിത്. ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറി തുടങ്ങുന്ന സമയമാണിത്. ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവിടുന്ന് ചെറുപ്പക്കാർ വേറെ രാജ്യത്തേക്ക് പോകുന്നതൊക്കെ നിൽക്കും. അവർ നമ്മളെ തേടി വരും. കാരണം നമ്മുടെ വളർച്ച ആര് തടഞ്ഞാലും അതിന് മേലെ പോയി നിൽക്കുന്ന ഒരു അനുഗ്രഹം മുരുകപാന്റെ ഭാഗത്തു നിന്നുണ്ട്. ചുറ്റുപാടുന്ന ശത്രുക്കളും അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മളെ ആക്രമിക്കാനും രാജ്യത്തിനുള്ളിൽ ചിത്രശക്തികൾ വളർത്താനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഇവിടെ വേണം. മുരുകവാന്റെ ദേവസേനാപതിയുടെ ആ കരുത്ത് നമ്മുടെ ഭാരതത്തിന് കിട്ടണം. ഭാരതം പറയും, ലോകം കേൾക്കും. അതാണ് മുരുകയുഗം. നിങ്ങൾ ഓരോരുത്തരും സ്വയം ഉള്ളിലേക്ക് ചിന്തിച്ച് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യത്തിൻ്റെ പടയാളികളായി മാറി നമ്മുടെ എത്രയോ തലമുറ മുമ്പിൽ പകർന്നു നൽകിയ നമ്മുടെ സംസ്കാരത്തിന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരാളായിട്ട് മാറാൻ ഇത്തരം മുരുക സമ്മേളനങ്ങൾ, ഇത്തരം പ്രാർത്ഥനകൾ, ഇത്തരം കൂട്ടായ്മകൾ ഉറപ്പായും വേണം. നമ്മളത് നടത്തണം. നമ്മൾ തന്നെ അത് വിജയിപ്പിക്കണം. ഈ ഭാരതത്തിൽ ജീവിച്ച് ഈ ഭാരതത്തിന് വേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ള മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം, ആ ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഇത്തരം സംരംഭങ്ങൾക്ക് കഴിയട്ടെ. ലോകം മുഴുവൻ നിൽക്കുന്ന മുരുക എനർജി ഇനി ഒരുപാട് സ്ഥലങ്ങൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തമിഴ്നാട്ടിൽ നടന്നു. മധുരയിൽ ഓൾ വേൾഡ് മുരുക കോൺഫറൻസ് നടത്തി, ഹിന്ദു ഐക്യവേദി. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആവേശം കണ്ടനുഭവിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ നിങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രാജ്യമാണ് വലുത്, രാജ്യം തന്നെയാണ് വലുത്, രാജ്യമാവണം വലുത്. ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ മുരുകവാന്റെ അനുഗ്രഹം ഉള്ളിടത്തോളം നമ്മൾ ലോകത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി വെട്ടിവേൽ മുരുകർക്ക്, ജ്ഞാനവേൽ മുരുകർക്ക്, ജ്ഞാനകണ്ടാളിക്ക്, വീരവേൽ മുരുകർക്ക്. ജയ് പൈനാടോ, ജയ് ഭാരത്.